ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഡിസംബർ 8 അമനോത്ഭവ തിരുനാളിനൊരുക്കമായിട്ടാണ് നാം ഇപ്പോൾ വിമലഹൃദയ പ്രതിഷ്ഠ നടത്താൻ ഒരുങ്ങുന്നത്. എന്താണ് വിമലഹൃദയ പ്രതിഷ്ഠ? ഞാൻ എന്നെ തന്നെയോ മറ്റുള്ളവരെയോ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കുന്നതാണ് വിമലഹൃദയ പ്രതിഷ്ഠ. ഈശോ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ജീവിച്ച 33 വർഷങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. ഭൗതിക കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഒരു പ്രാർത്ഥനയല്ലിത്, മറിച്ച് സ്വർഗീയ യാത്രയിൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ സ്വീകരിക്കേണ്ട പ്രാർത്ഥനയുടെയും പ്രവൃത്തികളുടേതുമായ ഒരു ജീവിതശൈലിയാണ്. ആത്മാവ് നശിച്ചു പോകാതെ സ്വർഗത്തിലേക്ക് നടത്തുന്ന യാത്രയിൽ സ്വയം വിശുദ്ധീകരിക്കാൻ നമുക്ക് കഴിവില്ല. നമ്മെ തന്നെ മാതാവിന് സമർപ്പിക്കുമ്പോൾ ഞാൻ വിമലഹൃദയത്തിലൂടെ വിശുദ്ധിയിലേക്ക് ജനിക്കും. അതിനാൽ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം പ്രതിഷ്ഠ നടത്താൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് പുണ്യങ്ങളായി നാം പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവ ഓരോന്നും ജീവിച്ചോ എന്ന് അനുദിനം നാം പരിശോധിക്കണം. അനുഷ്ഠിച്ചവ ഓരോന്നും ഈശോയോട് ഏറ്റുപറഞ്ഞ് വിമല ഹൃദയത്തിന് സമർപ്പിക്കണം. നമ്മുടെ നന്മകൾ മാത്രമല്ല, നമ്മുടെ കുറവുകളും എല്ലാ ജീവിതാവസ്ഥകളും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ അതെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് നമ്മെ ശുദ്ധീകരിച്ചുകൊള്ളും. അവൾ നമ്മെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വഹിച്ചുകൊണ്ടു പോകും. നാം ദൈവത്തിൻ്റെ കുഞ്ഞായി മാറും. എല്ലാവരെയും മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.